പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ എന്താണെന്ന് ഞാനിപ്പം പോയി ഒടിച്ചോണ്ട് വന്നതാണ്. നമ്മുടെ പഴയ പറമ്പിലെ അവിടുന്ന് പോയി ഒടിച്ചോണ്ട് വന്നതാണ്. ഇത് വാളംപുളിയുടെ ഇലയാണ്. അത് കർക്കിടകത്തിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, വാളംപുളി ഉപയോഗിക്കാതെ വാളംപുളിയുടെ ഇല കൊണ്ട് നമ്മൾ ഇന്നൊരു രസം വെക്കുകയാണ്. ആ രസം നല്ല അടിപൊളി രസമായിരിക്കും. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. വാളംപുളി ഈ ഇല ഒടിക്കാൻ എന്നാ പാടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, പണ്ട് ഈ പുളിയുടെ കമ്പ് കൊണ്ടൊക്കെ അടി കിട്ടുമായിരുന്നു കുഞ്ഞിലെയൊക്കെ സ്കൂളിൽ ചെല്ലുമ്പോൾ. എന്നാ വേദനയാണ്. പിന്നെ ഞാനൊരു ടീച്ചറായപ്പോൾ ഞാനും കുറേയൊക്കെ പക്ഷേ പുളിയിലയൊന്നുമില്ല, ചെറിയ കുഞ്ഞ് കമ്പുകളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാവേ. ഇല നല്ല സിമ്പിളാണ്, പക്ഷേ ഇതിനകത്ത് നീ ഓരോ ഇലയും ഇങ്ങോട്ട് ഊരിയെടുക്കാൻ, ഈ തണ്ടിനകത്തുനിന്ന് ഊരിയെടുക്കാൻ എന്നാ പാടാ. 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം. എന്നാന്ന് വെച്ചാൽ ഇത് വെളിയിൽ നിന്ന് പറിച്ചുകൊണ്ട് വരുന്നതല്ലേ. നമുക്കിത് നല്ലപോലെ കഴുകി ഇത് അരച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പുളി ചേർക്കേണ്ട കാര്യമേ വരുന്നില്ല. ഇനി വെള്ളം ചേർക്കണം. കുറച്ച് പുളിയില നല്ലപോലെ അരഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് 2 പച്ചമുളകും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ വേറെ പച്ചമുളകൊന്നും ചേർക്കണ്ട. ഇത് നല്ലപോലെ അരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുളിയില എല്ലാം നല്ലപോലെ അരച്ച് 2 പ്രാവശ്യം ഞാൻ അരിച്ചെടുത്തതാണ്. വേണമെങ്കിൽ നമുക്ക് സ്വല്പം വെള്ളവും കൂടെ ഒക്കെ ചേർക്കാം. ഞാൻ ചേർത്തില്ല. 2 പച്ചമുളകും കൂടി ഇട്ട് അരച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് രസം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് വേണ്ടത് കുരുമുളക്, മുഴുവൻ മല്ലിയാണ്. മല്ലി, അതുപോലെ 2 തുടം വെളുത്തുള്ളി, ജീരകം ഒരു 1.5 സ്പൂൺ, പിന്നെ സ്വല്പം ഇഞ്ചി. ഇത്രയും കൂടെ നല്ലപോലെ ചതച്ചെടുത്താൽ മതി. അരച്ചല്ല, ചതച്ചെടുത്ത് നമുക്ക് രസമുണ്ടാക്കാം. മിക്സിയിലിട്ട് എല്ലാം കൂടെ ചതച്ചെടുത്തതാണിത്. ഈ പരുവത്തിലായി. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് മൂപ്പിച്ച് ചേർക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്വല്പം ഉഴുന്നിട്ട് കൊടുക്കാം. ഉള്ളി, ചെറിയ ഉള്ളി, മുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ഞാൻ 2 തക്കാളി ഇട്ടിട്ടുണ്ട്. മിക്സ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടെ ഒന്നിച്ച് കിടന്ന് നല്ലപോലെ അങ്ങോട്ടാകട്ടെ. നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇതിനകത്തൊരു 1 സ്പൂൺ മുളക് പൊടി, അതുപോലെ ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പ് ആവശ്യത്തിന് ഉപ്പ്. മണം വരുന്നുണ്ട്. ഇപ്പം തന്നെ രസത്തിൻ്റെ മണം വന്നു കഴിഞ്ഞു. നമ്മുടെ പ്രധാനപ്പെട്ട പുളി വെള്ളം ആയി കറുത്തിരിക്കുന്നു അല്ലേ. അത് ബാക്കിയും കൂടെ ഒഴിക്കണം. ഇനി നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കുവാണേ. നല്ലപോലെ ഇനി വെട്ടിത്തിളച്ച് കഴിയുമ്പം ഇനി നമുക്ക് വേണ്ടത്
കുറച്ച് മല്ലിയില. മല്ലിയില നമ്മുടെ രസത്തിന് മസ്റ്റാണ്. ഞാൻ മല്ലിയിലയൊക്കെ ഒത്തിരി ഇടും രസത്തിൽ. സ്വല്പം കായപ്പൊടിയും കൂടി ഇടണം. അപ്പം നമ്മൾ രസത്തിന് വേണ്ട എല്ലാ കൂട്ടുകളും ചേർത്ത് കഴിഞ്ഞു. ഇതാണ് വെറുതെ കുടിക്കാനും നല്ലതാണ്. ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുവാണെങ്കിൽ നല്ലതാണ്. ഇത് നമുക്ക് ചുമ്മാതെ കുടിക്കാം. കറിക്കകത്ത് ഇത് ചോറിനകത്തൊന്നും വേണ്ട. കറിയായിട്ട് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് വേണേൽ ഈ രസം ഉപയോഗിക്കാം. നല്ല സൂപ്പറായിരിക്കുന്നു കേട്ടോ. പുളിയും വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ രസമെല്ലാം അടിപൊളി രസമായി മാറിയിരിക്കുന്നു കേട്ടോ. നല്ല സൂപ്പറായി. ഇതിന് ഇച്ചിരി കളർ കുറവുണ്ട്. അത് ആ ഇല അരച്ചതാണ്. അല്ലെങ്കിൽ നല്ല ചുമന്നിരുന്നേനെ. നമ്മളൊത്തിരി ചുമന്ന മുളക് പൊടി ചേർത്തില്ല. ഇനി ഇതിവിടെ കിടന്നൊന്ന് വെന്താൽ മതി. അപ്പം കായം ചേർത്തു, മല്ലിയില ചേർത്തു, എല്ലാം നല്ല സൂപ്പറാണ്. ഇത് വെറുതെ ആണെങ്കിലും നമുക്ക് സൂപ്പ് പോലെ കുടിക്കാം. മഴക്കാലത്ത് നല്ല ഒരു ഹെൽത്തി ഡ്രിങ്കാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇതിപ്പം ഞാൻ ഇച്ചിരി ചോറിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വെള്ളം ചേർത്ത് ഇച്ചിരി കൂടെ ലൂസാക്കി എടുക്കുക. ഇതിപ്പം ഞാൻ അധികം വെള്ളം ചേർത്തില്ല. അപ്പം നമ്മുടെ രസം ചെറിയ ചാറ്റമഴയൊക്കെ ഉണ്ട്. നമുക്കിതൊന്ന് കുടിച്ച് നോക്കാം. നല്ല തണുപ്പത്ത്. മുളകൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന രസം ഇല്ലേ, അതിനേക്കായി ടേസ്റ്റ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം പുളിയൊന്നും ഇല്ലെങ്കിലും പുളിയില വെച്ചും നമുക്ക് രസമുണ്ടാക്കാം. സൂപ്പറാണിത്. നല്ല ഹെൽത്തിയാണ്. എനിക്ക് ഇപ്പോൾ ഇതുപോലൊരു രസം നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിക്കേ. കർക്കിടക മാസമാണെന്ന് ഓർത്താൽ മതി. അടുത്തെങ്ങാണം ഈ വാളംപുളിയുടെ ഇല കിട്ടുവാണെങ്കിൽ നിങ്ങളിത് പറിച്ചൊരു രസം ഉണ്ടാക്കി നോക്കിക്കേ. നല്ല ഹെൽത്തി ഡ്രിങ്കാണ്. ഇതിനകത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് ജ്യൂസായിട്ട് ഇത് ഡ്രിങ്ക്സായിട്ട് കുടിക്കാം. അപ്പോൾ ഇത് കുടിച്ചതിൻ്റെയാണ് തൊണ്ടയ്ക്കൊരു കിഷ് കിഷ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ ചെയ്തു നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒരു കമൻറ്റുകൾ എഴുതുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.